ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നാട്ടിൽ വന്ന് തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഫോളോ അപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് മുന്നോട്ട് കാണാൻ താല്പര്യമുള്ളവർ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ്. പിന്നെ നമ്മൾ നാട്ടിൽ വന്ന് തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 6-7 months ആയിട്ടുണ്ട്, 7 to 8 months ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ സമയത്തും ഓണത്തിനകത്ത് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വെറും 1 week 2 weeks അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു ഇത്രയും സമയം നമുക്ക് കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പീസ് കൊടുക്കാൻ പറ്റി. അതിനകത്ത് നമുക്ക് റയന് മൺഡേ ടു ഫ്രൈഡേ 9:30 മുതൽ 12 മണി വരെ, പിന്നെ 45 minutes വെച്ചിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി. പിന്നെ അതുപോലെ തന്നെ കിട്ടുവിന് മൺഡേ ടു സാറ്റർഡേ എവറി ഡേ ഒരു 2-2.5 മണിക്കൂർ വെച്ച് അവനും തെറാപ്പീസ് കിട്ടുന്നുണ്ടായിരുന്നു. ഫുൾ ഡേ തെറാപ്പീസ് ഇല്ല, ഈ പറഞ്ഞ പോലെ ഇത്രയും സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടുപേരെയും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് തെറാപ്പീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്കുണ്ടായ റയൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റയൻ ഇവിടെ കിടന്ന് ഫുള്ള് ഇവിടെ ഇരിക്കുക. അപ്പം ഇവിടെ വന്ന് നമ്മൾ തെറാപ്പീസ് കൊടുത്തതിന് ശേഷം നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് റിസൾട്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റയനാണെങ്കിലും കിട്ടുവാണെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പം, അതായത് നമ്മൾ നാട്ടിൽ തെറാപ്പീസിന് കൊണ്ടുവരുമ്പം ഇവർ തീരെ ചെറിയ കുട്ടികളല്ലായിരുന്നു. കിട്ടുവിന് 4 yearsഉം റയന് 7 years ആവാറായിട്ടുണ്ടായിരുന്നു. അന്നേരം ഓൾമോസ്റ്റ് ഇവൻ 7 വയസ്സിന് ആയി അപ്പോഴേക്കും. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താ പറയുക, ഓൾറെഡി നമ്മൾ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടിസത്തിൻ്റെ ഡയഗ്നോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇതൊന്നും നമുക്കൊരു പുതിയൊരു സംഭവമല്ല, ഇതെല്ലാം നമുക്ക് എസ്റ്റാബ്ലിഷ്ഡായിട്ട് നമ്മൾ വരുന്നതാണ്. പിന്നെ നമ്മൾ നാട്ടിൽ വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കുറേം കൂടി എവറിഡേ ബേസിസിൽ നമുക്ക് തെറാപ്പീസ് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് 2 പേരെയും കൂടി നോക്കാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നാടെന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്. യു ഡു ഇറ്റ്. റയൻ ഇപ്പം ഏറ്റവും ക്രൈസ്, അവന് പണ്ട് മുതലേ കളേഴ്സ് ഭയങ്കര ക്രൈസാണ്. പക്ഷേ ഇപ്പം ഈ ആക്രിലിക് അല്ലെങ്കിൽ മറ്റേ വാട്ടർ കളറൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ കുറേയൊക്കെ തിന്നുകയും പിന്നെ ദേഹത്ത് തേക്കുകയും എല്ലാം ചെയ്യും. എന്നാലും കുഴപ്പമില്ല, അടങ്ങിയിരുന്ന് കളറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യും. ഇപ്പം നമുക്ക് തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞ് നോ ഈറ്റിംഗ് നോ ഡോണ്ട് തുപ്പ് യു ഓപ്പൺ. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇവൻ്റെ കാര്യത്തിലാണേലും കിട്ടുവിൻ്റെ കാര്യത്തിലാണേലും സെൻസറി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കിട്ടു ആദ്യമായിട്ട് രണ്ടാമത്തെ മോന് അവനെ ഇവിടെ കൊണ്ടുവരുമ്പം അവന് സൗണ്ട് സെൻസിറ്റിവിറ്റി ഭയങ്കരമായിരുന്നു. സൗണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും അവനെ എന്താ പറയുക, റയൻ കുട്ടനെ അമ്മ ഒരു കാര്യം ചെയ്യുമല്ലേ, യു റൈറ്റ്, നിനക്ക് അറിയാലോ. ഓക്കെ, ഡു ഇറ്റ് യു ഡു ഇറ്റ്. ആർ അത് ബി ആടാ, എൽ യു ഡു ഇറ്റ്. നമുക്ക് ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള ചേഞ്ച് നമുക്ക് വന്നിട്ടുള്ളത് സെൻസറി ഇഷ്യൂസിനകത്താണ്. സെൻസറി ഇഷ്യൂസും ബിഹേവിയർ ഇഷ്യൂസും നല്ലോണം കുറഞ്ഞു. അതായത് എടുത്ത് പറയത്തക്കായിട്ട് പറയുകയാണെങ്കിൽ കിട്ടുവിന് സൗണ്ട് സെൻസിറ്റിവിറ്റി ഭയങ്കര എക്സ്ട്രീം സൗണ്ട് സെൻസിറ്റിവിറ്റി ആയിരുന്നു. അപ്പം അത് ഇവിടെ വന്നതിന് ശേഷം അവർ പറഞ്ഞു, വന്നപ്പോഴേ തെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞു ഇതുപോലെ ഹെഡ്ഫോൺസ് ഒന്നും വെച്ച് കൊടുക്കണ്ട, അവൻ ഇവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കട്ടെ. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു, ഇതെന്താ അവന് ഭയങ്കര ഇമോഷണൽ ട്രോമ ഉണ്ടാക്കുമോ, അവൻ അപ്സെറ്റ് ആയിരിക്കുമോ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ പയ്യെ അവന് എന്താ പറയുക, ഇതുമായിട്ടെല്ലാം അഡ്ജസ്റ്റ്, ഇവിടുത്തെ ട്രാഫിക്കും ഇവിടുത്തെ ആൾക്കാരുടെ സംസാരവും ഇവിടെ സെൻസറി തെറാപ്പിയും ഇതെല്ലാമായിട്ട് അവൻ നല്ലോണം അഡ്ജസ്റ്റഡായി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുമ്പിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും കിട്ടും കൂടെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഈ പടക്കം പൊട്ടിക്കുന്നതും അതിൻ്റെ എല്ലാ സൗണ്ടും അതിൻ്റെ ഇത് മേലോട്ട് വന്ന് പൊട്ടുന്ന പടക്കം അതെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതെൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യമല്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. ഇവൻ ഇത്രയൊക്കെ ടോളറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ ഇത്രയും അവൻ്റെ സൗണ്ട് സെൻസിറ്റിവിറ്റി കുറഞ്ഞല്ലോ എന്നുള്ളത്.
റയന് തെറാപ്പീസ് ഫിനിഷായി, അതുകൊണ്ടാണ് ഇപ്പം റയൻ ഇവിടെ ഇരിക്കുന്നത്. കിട്ടുവിനെ കൊണ്ട് ചേച്ചി തെറാപ്പിക്ക് പോയിട്ടുണ്ട്. അപ്പം ഇവനെ ഇപ്പോഴേ ഈ ഒരു സമയത്തിരുന്നേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ബിസിയാണ്. അപ്പം ഇവനെ നോക്കുന്ന ഉത്തരവാദിത്തം എനിക്കാണ്. അതുകൊണ്ട് ഇവനെൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മൾ ടി വിസ് കാണിക്കുന്നില്ല, സ്ക്രീൻസ് യാതൊന്നുമില്ല, ഫോണും കാര്യങ്ങളും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുത്തിയിരുന്ന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ അവർക്ക് ബോറടി ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. 24 hours നമുക്കിവരെ ടി വി ഒന്നും കാണിക്കാതെ ഇവരുടെ കൂടെ കളിച്ച് എപ്പോഴും നമുക്ക് ഇതേന്ന് പറഞ്ഞാൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനും പറ്റില്ലല്ലോ, അവരുടെ പ്രായമല്ലല്ലോ നമുക്ക്. അപ്പം അങ്ങനെയും കുറച്ച് വിഷയങ്ങളുണ്ട്. എന്താണ് സെൻസറി ഇഷ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, റയനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നേരത്തെ കണ്ടിട്ടുണ്ടാവും. റയന് ക്ലോത്ത്സിൻ്റെ ടാഗ്, അതുപോലെ ഷൂസ്, സോക്സ് ഒക്കെ അവന് ഇറിറ്റേഷനുള്ള സംഭവമായിരുന്നു. അതുപോലെ ഇപ്പം ഇവൻ ബാഗ്, കുട, ഷൂസ്, പിന്നെന്താണ് ഹെൽമെറ്റ്, ഞങ്ങൾ സ്കൂട്ടറിൽ പോകുന്ന ഹെൽമെറ്റ്, യു ടേക്ക് ബ്ലൂ, ഈ സംഭവം എല്ലാം ഇപ്പം നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഈ സെൻസറി ഇഷ്യൂസൊക്കെ മാറുക എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഈ സെൻസറി ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലാണ്. റയൻ ഇപ്പോൾ ഒരുപാട് ന്യൂവർ ടൈപ്പ് ഓഫ് ടെക്സ്ചറും ന്യൂവർ ടേസ്റ്റുകളും സ്മെല്ലുകളും ഒക്കെ ഇവന് കുറേ കൂടി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ചേഞ്ചസ് എല്ലാ കുട്ടികൾക്കും വരണമെന്നില്ല. നമ്മുടെ മക്കൾക്ക് കുറേ കൂടെ എക്സ്പോഷർ കിട്ടിയതുകൊണ്ടായിരിക്കും. മീൻസ് നമ്മൾ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് അവർക്ക് ഇത്രയൊന്നും ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള പല കാര്യങ്ങളിലോട്ട് എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും ഇൻടോളറബിൾ ആയിട്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ചസ് ഇവർക്ക് നല്ലോണം കാണുന്നുണ്ട്. ബിഹേവിയർ ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റയനൊക്കെ അടങ്ങിയിരുന്ന് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, ഈ സ്വന്തമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. റയനിപ്പോൾ ഏറ്റവും ഇഷ്ടം ഒന്നെങ്കിൽ ഇതുപോലെ കളർ ചെയ്യാനോ അല്ലെങ്കിൽ ബുക്സ് വായിക്കാനോ ഒക്കെയാണ്. ബുക്സ് വായിക്കുന്ന വെച്ചാൽ ഇവന് റീഡ് ചെയ്യാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. പിക്ചേഴ്സ് കാണാനും അതിനകത്തെ പല പല പസിൽസ് ആക്ടിവിറ്റീസ് അതൊക്കെ ചെയ്യാനും, അതുപോലെ ക്രയോൺസ് വെച്ച് കളർ ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം അടങ്ങിയിരുന്നൊരു കാര്യം ചെയ്യാമെന്ന് പറയുന്നത് തന്നെ നമുക്കത് ഭയങ്കര സംഭവമാണ്. നമുക്ക് ഇവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നതാണല്ലോ വലിയൊരു വിഷയം. ഇപ്പം പുറത്ത് നമുക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാം, ഒരു ക്രൗഡഡ് പ്ലേസിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോകാം. അതൊക്കെ നമുക്ക് ഒത്തിരി അധികം മാനേജബിളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവന്മാർ രണ്ടുപേരും കുറച്ചുകൂടി തീരെ കുഞ്ഞല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇവരുടെ ഇതായിട്ടുള്ള രീതിയിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ്. ഇവരത് ചില കാര്യങ്ങൾ നമുക്ക് എത്ര ട്രൈ ചെയ്താലും പെട്ടെന്ന് ഈസി ആയിട്ടൊന്നും മാറത്തില്ല. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും. പിന്നെ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ഇവരുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ പല പല തെറാപ്പി കാര്യങ്ങളും ഇവരുടെ നീഡ്സ് അനുസരിച്ചുള്ള ആവശ്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ രണ്ടിൻ്റെയും ലിസണിങ് സ്കിൽസ് നല്ലോണം കൂടിയിട്ടുണ്ട്. അല്ലേടാ? ലിസണിങ് ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഒരു ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, റയൻ ഇവിടെ വന്നപ്പം റയൻ ലാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. അവന് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഐപാഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ ഐപാഡെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനത് പിടിച്ചെടുത്ത്. അത് ഞാൻ പറഞ്ഞാൽ ലിസണിങ് സ്കിൽസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഐപാഡിനകത്ത് ആ ഒരു ലാമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് തെറപ്പിസ്റ്റ് പറഞ്ഞ് കൊടുക്കണത്. പക്ഷേ റയന് മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടി അവന് പിക്ചേഴ്സാണ് അവൻ കുറച്ചും കൂടി പെട്ടെന്ന് പഠിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഈ ലാമ്പ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാത്ത കാരണം അവൻ്റെ ലാംഗ്വേജ് സ്കിൽസ് അത്ര ഭയങ്കര കൺസിഡറബിളി ഒന്നും കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ചെറിയൊരു ഡ്രോബാക്കാണ്. പക്ഷേ ഇനിയിപ്പോൾ ലാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളത് വീണ്ടും അവൻ്റെ തെറാപ്പിസ്റ്റുകളോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യണം. ഇപ്പോഴും വൺ വേർഡിലൊക്കെയാണ് കൂടുതലും സംസാരിക്കുന്നത്. എക്കോലയിൽ ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് ഇച്ചിരി കൂടിയിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ കുട്ടികളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് മേളിലേക്കല്ല, ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പം കുറച്ച് മാസങ്ങൾ നല്ല അടിപൊളി പ്രോഗ്രസ് കാണിക്കും. പിന്നെ അതിന് ശേഷം കുറച്ചൊന്ന് പുറകിലോട്ട് പോകും. അതിൻ്റെ വീണ്ടും നമുക്ക് ഭയങ്കര പ്രതീക്ഷ തന്ന് ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രസ് എല്ലാം കാണിക്കും. വീണ്ടും ഒന്ന് പുറകിലോട്ട് പോകും. അങ്ങനെയൊക്കെയാണ്.
പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഗ്രസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബിഹേവിയർ ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി നല്ലോണം കുറഞ്ഞു, സിറ്റിംഗ് ടോളറൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, ഫോക്കസിങ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലിസണിങ് സ്കിൽസ് നല്ലോണം കൂടിയിട്ടുണ്ട്, സെൻസറി ഇഷ്യൂസ് ബെറ്റർ ആയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എക്സ്ട്രീംലി ഭയങ്കര ഇതായിട്ടൊന്നും വ്യത്യാസം റയന് പറയാനില്ല. കിട്ടുവാണെങ്കിലും വാക്കുകൾ വെർബലി ഉള്ള കമ്മ്യൂണിക്കേഷൻ അവന് ഭയങ്കര ഒന്നുമില്ല, ഇപ്പോഴും 0 ആണ്. പക്ഷേ അവൻ്റെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവൻ നല്ലോണം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ലിസണിങ് സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റാൽഫിനോട് കിട്ടുവിനോട് പറയാണ്, കിട്ടു പോവാം, ഷൂ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ തന്നെ പോയി ഷൂ ഇട്ടുകൊണ്ട് വരും. ഷൂ മീൻസ് അത് കാല് കയറ്റി ഇടുന്ന ചെരുപ്പ് അത് ഇട്ടുകൊണ്ട് വരും. ബാഗ് എടുത്തുകൊണ്ട് വാ പറഞ്ഞാൽ ബാഗ് എടുത്തുകൊണ്ട് വരും. ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ പോകുന്നത് മനസ്സിലാവും. താഴെ പോകാമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും. കളിക്കാൻ പോകുന്നത് മനസ്സിലാവും. നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവനറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഓപ്പൺ, ക്ലോസ്, ബ്രഷ് യുവർ ടീത്ത്, വാഷ് യുവർ ഫേസ്, ഗോ ടു ടോയ്ലറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പം കിട്ടുവിനെ മനസ്സിലാവുന്നുണ്ട്. റയൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ മുതലേ അറിയാമായിരുന്നു. അവന് തിരിച്ചുള്ള ടോക്കിങ്ങാണ് ഇവൻ്റെ പ്രശ്നം. അപ്പം നമ്മൾ ഇതിനകത്തെല്ലാം സ്റ്റിൽ വർക്കിംഗ്. നമുക്ക് ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് നമ്മൾ 6 to 7 months തെറാപ്പീസ് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പ്രോഗ്രസ് ഒന്നും വരണമെന്നില്ല. പക്ഷേ കുറച്ചും കൂടി ചെറിയ യങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ പ്രോഗ്രസ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ കൺസിസ്റ്റൻറ്റ് തെറാപ്പീസ് കൊടുക്കുമ്പോൾ. വലുതാവുന്നതനുസരിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അവരുടെ ബ്രെയിൻ ഓൾറെഡി അത് ഹാബിച്വൽ, അവരുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് റയന് ഒക്കേഷണൽ ബെഡ് വെറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എല്ലാ ദിവസവും ഒന്നുമില്ല, ചില ദിവസങ്ങളിലൊക്കെ ബെഡ് വെറ്റിങ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി അത് മാറി. ഇപ്പോൾ റയനെ പുറത്ത് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ റയന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും. പിന്നെ നമ്പർ 1 നമ്പർ 2 അവനത് എന്താ പറയുന്നത്, നമ്മളോട് പറയാൻ അവൻ അറിയത്തില്ല, പക്ഷെ അവൻ കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് കുറേയെല്ലാം മാനേജബിളാണ്. ഇനിയും നമ്മൾ ഇതിനകത്തുനിന്ന് പിടിച്ച് കാരണം ഇവനെ ഇനിയും പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കിന് ഇവൻ നമുക്ക് തന്നെ ബാത്റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് റയൻ തന്നെ പോയി ടോയ്ലറ്റ് യൂസ് ചെയ്ത് ഹാൻഡൊക്കെ വാഷ് ചെയ്ത് വരാനായിട്ട് പഠിപ്പിക്കണം. ആ ഒരു ലെവലിലോട്ട് നമുക്ക് എത്തിച്ചെടുക്കണം. റാൽഫിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റിൽ പ്രോഗ്രസ്സിങ് ആണ്. അത് കുറച്ച് പ്രോഗ്രസ് വരും, പിന്നെ അത് അങ്ങോട്ടൊന്നും നീങ്ങുന്നില്ല. അവൻ്റെ ഓവറോൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ സ്ലോ ആണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവർക്ക് 2 പേർക്ക് എനിക്ക് ഒരേപോലെ അറ്റൻഷൻ കൊടുക്കാനായിട്ടുള്ള അവസ്ഥ എന്നെക്കൊണ്ട് നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുമോ ഞാൻ ഭയങ്കര സംഭവമാണ്. കാരണം ഞാൻ ഇവിടെ തെറാപ്പി സെൻറ്ററിൽ ചെല്ലുമ്പോഴും എന്നെ അറിയാവുന്ന ആൾക്കാർ കാണുമ്പോൾ ചേച്ചിയെ സമ്മതിക്കണം, ചേച്ചി ഇങ്ങനെ 2 പേരും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും നമുക്ക് എന്താണ് ചോയ്സ്? ഇതെൻ്റെ മക്കളാണ്, ഞാൻ നോക്കണ്ടേ, അതുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നതാണ്. ഇപ്പം എൻ്റെ അവസ്ഥയിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളും ഇത് തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് അത്ര വലിയൊരു സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ടെന്നുള്ളത് മാത്രം. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോടൊക്കെ പറയുവാണ്, നോക്കുക അവൾ 2 കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മളുണ്ടല്ലോ, നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ വിളിച്ചാൽ വെളിപ്പുറത്ത് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് എവറിത്തിങ് ഹാസ് ബീൻ ഈസി ഫോർ മീ. പിന്നെ 2 പേർക്കും സ്ലീപ്പിൻ്റെ ഇഷ്യൂസൊന്നും ഇല്ലാത്തതും കാരണം നമുക്കത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നിയില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനീഷ്യലി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇവർക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കിന്. പക്ഷേ ഇത്രയും മാസങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയട്ടെ, ഒരു വളരെയധികം ഗുഡ് ഡിസിഷനാണ് ഇവർക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇവരെ 2 പേരെയും ഹൈലി മാനേജബിളാണ്. എനിക്കിപ്പം റയൻ്റെ വളരെ നമുക്ക് ഭയങ്കര അനാവശ്യമെന്ന് തോന്നുന്ന ഒബ്സസീവ് ആയിട്ടുള്ള കമ്പൽഷൻസൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, എന്തുവാടാ അപ്പം വളരെയധികം ഒബ്സസീവായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ റയൻ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റബിളായിരുന്നു. അവൻ തെറാപ്പി സെൻ്ററിനകത്ത് പോലും കയറത്തില്ലായിരുന്നു. ക്ലാസ് റൂമിൽ ചെന്നിട്ടുണ്ട് 1/2-3 മണിക്കൂർ ഒരു ഇതുമില്ലാതെ റയൻ കരയുമായിരുന്നു.
അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റയനെ ഇപ്പം നമുക്ക് കുറേയും കൂടി ഭയങ്കര ഈസിയാണ് അല്ലേടാ, നിന്നെ കൊണ്ടു നടക്കാൻ ഈസി അല്ലേ? ഇപ്പം നിങ്ങൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റയൻ ഇവിടെ വരുന്ന സമയത്ത് റൈറ്റിംഗ് ഒന്നും ഒട്ടും ചെയ്യത്തില്ലായിരുന്നു. റയനെ ഒരു അക്ഷരം എഴുതിക്കാനായിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റയൻ ഇപ്പോൾ തന്നെ പെൻസിൽ പിടിച്ച് തന്നെ ABCs എഴുതും. നമ്മൾ ക്യാപിറ്റൽ ABCs മുക്കാലും ഇപ്പോൾ എഴുതാൻ പഠിച്ചു, ബാക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അവൻ ക്രയോൺസ് നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ പെയിൻറ്റിങ് ബ്രഷ്, ഇത് ആ ഒരു പെൻസിൽ ഗ്രാസ്പ് അവന് നല്ലോണം, ഗ്രിപ്പ് നല്ലോണം ശരിയായിട്ടുണ്ട്. പിന്നെ 100% ഓക്കെ ആണെന്നല്ല, സ്റ്റിൽ പ്രോഗ്രസ്സിങ് ആണ്. പക്ഷെ അവന് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ നമുക്ക് തോന്നും കുഞ്ഞിൻ്റെ പ്രായം കൂടി വരുമല്ലേ, കുഞ്ഞിനെ നമ്മൾ കുറച്ചും കൂടി റൈറ്റിംഗ് ചെയ്യിക്കണ്ടേ, സ്കൂളിലാക്കണം, ഒരുപാട് ടെൻഷൻ കയറിയിട്ട് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാം. പക്ഷെ അന്നേരം ഇവർ കുറേ കൂടി വെറുക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തെറപ്പിസ്റ്റുകൾ എന്താ ചെയ്തതെന്നും എനിക്കറിയത്തില്ല. ഇവര് ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റാണ് റൈറ്റിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് തെറപ്പിക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാടാണ് തിരുവല്ല. അപ്പം തിരുവല്ലയിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിലുള്ള പ്രതീക്ഷ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണ് കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മഞ്ജു മാം, ഡോക്ടർ മഞ്ജു ജോർജ് അലഞ്ഞിക്കൽ ഡോക്ടർ, ഈ ഒരു ഓട്ടിസം റിസർച്ച്, ഓട്ടിസം ഫീൽഡ് ഭയങ്കര ലെജൻഡറിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി ഇത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഇത്ര അടുത്തൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഓസ്ട്രേലിയൻ രീതികളൊന്നും അല്ലെങ്കിലും ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, അയ്യോ നാട്ടിൽ കൊണ്ടുവന്ന തെറാപ്പീസ് എങ്ങനെയായിരിക്കും, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച പോലെ തല്ലിയിട്ട് പഠിപ്പിക്കലായിരിക്കുമോ, പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറച്ചിലായിരിക്കുമോ, അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇവർ ഭയങ്കരമായിട്ട് നാശമാക്കുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ഇതിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ മഞ്ജുവിനോടും മഞ്ജു മാമിനെയും ബാക്കിയുള്ള ടീംമേറ്റ്സിനോടും എല്ലാം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരൊക്കെ ഈ ഒരു ഓട്ടിസം റിസർച്ച്, ഓട്ടിസം ഫീൽഡിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഫീൽഡിൽ ഇവരൊക്കെ പുലികളാണ്. ഇവർ ഈ എല്ലാ അഡ്വാൻസ്മെൻറ്റ്സിനെ കുറിച്ച് ഇവർ അറിയുന്നുണ്ട്. ഈവൻ ടെക്നോളജിക്കലി നമ്മുടെ പുറത്തെ രാജ്യങ്ങളിലെ പോലെ അത്രയും ഒന്നും സംഭവങ്ങളില്ലെങ്കിലും ഇവരുടെയൊക്കെ നോളജ് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിത് പ്രതീക്ഷ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെങ്കിൽ കാണിക്കാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ ഒപ്പീനിയനാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ്സൊക്കെ കുറച്ചും കൂടെ അവിടുത്തെ രീതിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് പരാതിയൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കത്തില്ല മറ്റൊരു പാരൻറ്റിന്. സോ നിങ്ങൾ ഇവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരോട് അന്വേഷിച്ച് റിവ്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് ഒക്കെ നോക്കിയിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് തെറാപ്പി സെൻ്ററുകൾ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഡോക്ടർ മഞ്ജു ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ടും ഡോക്ടറിനെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങളല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ ഒക്കെ മെസ്സേജ് ഇട്ടാൽ മതി. എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നാളുകൾ ഞാൻ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായിട്ട് മറ്റ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നതെങ്ങാനും നമ്മൾ യൂട്യൂബിൽ നിന്ന് വിട്ട് നിൽക്കുമായിരുന്നു. ഇനി വീഡിയോസ് ചെയ്യാൻ നോക്കാം. എനിക്ക് ഇന്നാളിൽ ഞാൻ ജയ്മോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗസ്റ്റോറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയ്മോളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയ്മോൾ അവർക്ക് കൺസൾട്ടേഷനും തെറാപ്പീസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ കൂടി എൻ്റെ മക്കളെ പോലെ ഉള്ള മറ്റ് കുഞ്ഞുങ്ങളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ ഭയങ്കര ഹമ്പിളാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്.
റയാനോട് ഇപ്പം നമ്മൾ പറയാം, റയാൻ നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ റയാൻ പോയിട്ട് റാൽഫിന് ഒരു ഷർട്ടും ഒരു നിക്കറും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ റയാൻ ഇപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ചേഞ്ചസ് ആണ്. നമുക്ക് നാട്ടിൽ വന്നതിന് ശേഷം ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഡിസിഷനാണ്. പിന്നെ നാട്ടിൽ വന്ന് നിൽക്കുമ്പം ഇപ്പോൾ കൂടുതലും നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പുറത്തു നിന്നുള്ള NRIs ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ NRIs ഒത്തിരി പേരുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും ഇവിടെ വന്ന് നിൽക്കണോ അതോ വേണ്ട എന്നുള്ള കാര്യം. ഞാൻ ഇവിടെ തെറാപ്പി സെൻറ്ററിൽ തന്നെ കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ്, UAE, UK എന്നൊക്കെ ഉള്ള ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലരും ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു പേരൻ്റ് എന്നെ പോലെ വന്ന് നിൽക്കുന്നവരുണ്ട്. എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പല പല കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതിലേതാണ് വർക്കാവുക ഏതാണ് വർക്കാവാത്ത എന്നൊക്കെ ഉള്ളത് നമുക്ക് ഓൺ ദ ലോങ് റൺ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് അത് അതിനൊരു റിസൾട്ട് വേണം, അല്ലെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം, അല്ലെ പെട്ടെന്ന് അതിനൊരു എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഡാഡിയാണ് ഇവരെ കാണാതിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും മാസങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഞാൻ ജോബ് ചെയ്യുന്നില്ല, അപ്പം നമുക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വരും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തെറാപ്പീസ് കൊടുക്കണമെന്നുണ്ട്, അതും ഒക്കെ കുറേയും കൂടെ എക്സ്പെൻസീവാണ്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് താങ്ക്ഫുള്ളി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓരോ അവസ്ഥകളും ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാകത്തുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ റാൽഫിനെ കൊണ്ടുപോകാനായിട്ട് ചേച്ചിയുണ്ട്. ചേച്ചി അവനെ തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയിക്കോളും. ഞങ്ങളിവിടെ ഡെയിലി വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആൾക്കാരുണ്ട്. എൻ്റെ വീടും ഹസ്ബൻഡ് വീട് ഇവിടെ ഈ പരിസരത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഹെൽപ്പ് നമുക്ക് കിട്ടും, ആക്സസബിളാണ്. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളുള്ളതും കാരണം ഭയങ്കര പാടാണ്. സിംഗിൾ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ആരെങ്കിലും ഒരാളെയും കൂടി ഹെൽപ്പിന് നിർത്തിയാൽ ഓക്കെ ആയിരിക്കും. പിന്നെ ഞാൻ മുമ്പ് സെൻസറി ഇഷ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ ഹെയർ കട്ടിങ്ങിൻ്റെയും നഖം വെട്ടുന്നതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഹെയർ കട്ടിങ് നമുക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. റയൻ്റെ മുടി അവൻ്റെ ഡാഡിയാണ് വെട്ടിക്കൊണ്ടിരുന്നത്. അവനപ്പം ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ട് അവർ ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പക്ഷേ അങ്ങനെയൊന്നുമില്ല. റയൻ ഇപ്പം നല്ലോണം അടങ്ങിയിരിക്കും. നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് ഹെയർ കട്ട് ഇവിടെ വന്നപ്പം ബാർബർ ചേട്ടൻ നമ്മുടെ വീട്ടിലോട്ട് വന്ന് അതിനുശേഷം നമ്മൾ സലൂണിൽ തന്നെ കൊണ്ടുപോയി. അപ്പം മഞ്ജുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തെല്ലാം കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ സലൂണിൽ തന്നെ കൊണ്ടുപോയി. അവിടെ ആദ്യമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ 2 പേര്, ഇവനും റാൽഫും നമുക്ക് ഭയങ്കര ഈസിയാണ്. ഹെയർ കട്ട് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം മുടി വളർന്ന് ഇന്ന് ഞങ്ങൾ മുടി വെട്ടാൻ പോകുന്നുണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുക. അതുപോലെ നഖം വെട്ടാനൊന്നും നമുക്ക് ഇഷ്യൂസ് ഇല്ല. പിന്നെ പല ടൈപ്പ് ഡ്രസ്സുകൾ ഇടാൻ ഇപ്പം ഡ്രസ്സിൻ്റെ ടെക്സ്ചറൊക്കെ കുറേ എല്ലാം ടോളറബിളാണ് റയന്. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന് നിന്നപ്പം നമ്മൾ ഫ്ലാറ്റിലാണ്. പക്ഷേ ഇതിനകത്ത് ഈ TVയും സംഭവമൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ബോറടിയുണ്ട്. പിന്നെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഈ പുറത്തു കൊണ്ടുപോലെ ഒന്നും അങ്ങനെ ഈസി ആയിട്ട് നടക്കും. പിന്നെ എന്താ പറയുക, നമ്മൾ സമയം പറ്റുമ്പോഴല്ല നമ്മൾ ഷോപ്പിങ്, പെരുന്നാൾ, ഉത്സവം, കല്യാണം, ഫ്യൂണറൽസ് 2-3 മരണത്തിന് പോയി. റയൻ ഒരു മരണ വീട്ടിൽ ചെന്നപ്പം റയൻ ഭയങ്കര സർപ്രൈസ്, റയൻ ഭയങ്കര അത്ഭുതമായിപ്പോയി. ഒരു അപ്പച്ചനെ ഇത് മൊബൈൽ മോർച്ചറിയിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും കുഞ്ഞുങ്ങൾ കാണുന്നില്ല. അപ്പം എന്നെ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്താണോ അപ്പച്ചനെ ബോക്സിൽ വെച്ചേക്കണം, ബോക്സ് ഗ്രാൻഡ് ബോക്സ് എന്നൊക്കെ റയൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ മക്കളെ കാണിക്കുമ്പോഴാണ് ഇങ്ങനെയാണ് ലൈഫ്, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഇവന്മാർ ഓരോ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും പുറത്ത് കൊണ്ടുപോകുമ്പോൾ. ഒച്ച ഉണ്ടാക്കുകയും തറയിൽ കിടക്കുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ മറ്റുള്ളവരെന്തോ വിചാരിക്കും ഞാൻ കെയർ ചെയ്യത്തേയില്ല. ഇവന്മാർ അനുസരണക്കേട് കാണിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ വഴക്ക് പറയാം. അങ്ങനെയല്ല ഈ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറൽ പ്രശ്നങ്ങൾ കാണിക്കുമ്പം അവർക്ക് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര തൊലിക്കട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഹറാസ് ചെയ്യാനോ ബുള്ളി ചെയ്യാനോ ഒന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടെ വരുന്ന എൻ്റെ ചേച്ചിയാണെങ്കിലും എൻ്റെ മറ്റ് റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ കുട്ടികളുടെ കാര്യത്തിൽ നല്ല പ്രൊട്ടക്റ്റീവാണ്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ചുറ്റും അങ്ങനത്തെ ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഈസിയാണെന്ന് പറയാം. അപ്പം
ഇപ്പം നമ്മുടെ നാട്ടിൽ ഓട്ടിസത്തിനെ കുറിച്ച് ഒരുപാട് എന്താ പറയുക അവയർനെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടൈമാണ് കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും. അത് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളിപ്പോൾ ഒരുപാട് ഉണ്ട്. ഇത് ഒരുപാട് പേര് ഡയഗ്നോസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് മിക്ക പേരൻസും അല്ലെ ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് അവെയറാണ്. അതുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ വളരെയധികം എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് ആൾക്കാരെന്ത് പറയുന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലി ഇതിൽ കുറച്ച് പേരൊക്കെ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. ചിലർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കാഞ്ഞിട്ടാണ്, നിങ്ങൾ TV കാണിച്ചിട്ടാണ്, നിങ്ങൾക്ക് കുട്ടികളെ എന്തൊക്കെയോ പറയേണ്ടവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ കുറച്ച് പേരോടൊന്നും ഞാൻ സംസാരിച്ച് എൻ്റെ സമയവും എനർജിയും ഒന്നും വേസ്റ്റ് ആക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി, അവിടെ പറയട്ടെ എന്ന് വിചാരിച്ചു, അതേ ഉള്ളൂ. പക്ഷേ മിക്കവരും നമ്മുടെ താങ്ക്ഫുള്ളി ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ഒത്തിരി ഈസിയാണ്. കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, ഇല്ലയെന്നല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കുന്നവരെ എനിക്ക് ഈസി ടു ടോളറേറ്റ് ആണ്, കുഴപ്പമില്ല. പിന്നെ എന്താണ് വിശേഷം? അതൊക്കെയാണ് നമുക്ക് നാട്ടിൽ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും. ഞാൻ എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ. ഇൻസ്റ്റയ്ക്കകത്തുണ്ട്, ഫേസ്ബുക്കിനകത്തുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ, ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ. റയൻ കുട്ടാ തിന്നാതെ ഒരു ബൈ പറഞ്ഞേ. ബൈ പറ റയൻ. അയ്യോ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.